2026 സംബന്ധിച്ചിടത്തോളം നമുക്ക് സൗത്തിലോട്ട് നോക്കിയിരിക്കാനോ സൗത്തിലോട്ട് തലവെച്ച് കിടക്കാനോ ഇപ്പോൾ നല്ലതല്ല. അവിടെ ഒരു ബാഡ് എനർജി നിൽപ്പുണ്ട്. അപ്പോൾ ആ ദിക്കിലോട്ട് നോക്കിയിരിക്കുകയോ തലവെച്ച് കിടക്കുകയോ ചെയ്യുകയാണെങ്കിൽ ലൈഫിൽ കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നോക്കിയിരിക്കുന്നതിനും തലവെച്ച് കിടക്കുന്നതിനും ചില ഭാഗ്യ ദിക്കുകളുണ്ട്. അത് നമുക്ക് വാസ്തുവിലും പറയുന്നുണ്ട്, ഫുങ്ഷുവിലും പറയുന്നുണ്ട്. നിങ്ങൾക്ക് കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ നോക്കിയിരിക്കാം. തെക്കോട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ കിഴക്കോട്ടോ തലവെച്ച് കിടക്കാം. ഇതാണ് വാസ്തുവിൽ പറയുന്നത്. ഫംഗ്ഷുവിൽ പറയുന്നത് അങ്ങനെയല്ല. ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഭാഗ്യമുള്ള ദിക്കുകൾ കണ്ടുപിടിക്കുകയും ആ ദിക്കുകൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ജീവിതത്തിൽ കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈ ദിക്കുകൾ നിങ്ങളെ സഹായിക്കും എന്നാണ്. അതിന് നമുക്ക് ഒരു QA നമ്പർ ഉണ്ട്. 30/10/1974 ജനിച്ച ഒരു വ്യക്തി, പേര് മനോജ്. ഇദ്ദേഹത്തിന്റെ QA നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. ഈ QA നമ്പർ എടുക്കേണ്ട വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്ത്, സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് അല്ല ഫംഗ്ഷൽ ആവശ്യം, ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്ത് 30/10/1974. ഇദ്ദേഹത്തിന്റെ QA നമ്പർ 8 ആണ്. ഇദ്ദേഹത്തെ ഒറിജിനൽ ആയിട്ടുള്ള നമ്പറാണ് 8 എന്ന് പറയുന്നത്. അപ്പോൾ 8 QA നമ്പർ ആയിട്ടുള്ളവർക്ക് 4 ഭാഗ്യ ദിക്കുകളുണ്ട്. ലക്കി ഡയറക്ഷൻ എന്ന് പറയും. സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്. ഇത് 4മാണ് ഇദ്ദേഹത്തിന്റെ ഭാഗ്യ ദിക്കുകൾ. അപ്പോൾ ഫുങ്ഷുവൽ പറയുന്നുണ്ട്, നിങ്ങളുടെ QA നമ്പർ അനുസരിച്ചിട്ട് നിങ്ങളുടെ ഭാഗ്യ ദിക്കുകൾ കണ്ടുപിടിക്കുക. ആ ദിക്കിലോട്ട് നോക്കിയിരിക്കാം, ആ ദിക്കിലോട്ട് തലവെച്ച് കിടക്കാം, ആ ദിക്കിൽ നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിൽ നിർമ്മിക്കാം, ആ ദിക്കിൽ നിങ്ങൾക്ക് ബെഡ്റൂം ഉപയോഗിക്കാം എന്നീ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് ഇദ്ദേഹത്തിന് കൊടുക്കുന്നത്. ഇദ്ദേഹം തെക്ക് പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കുകയോ തലവെച്ച് കിടക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വരും. വടക്ക് പടിഞ്ഞാറാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടും. പടിഞ്ഞാറാണെങ്കിൽ ഇദ്ദേഹത്തിന് വിവാഹത്തിന് നല്ലതാണ്, അതായത് മറ്റുള്ളവരുടെ സ്നേഹം കിട്ടാൻ നല്ലതാണ്. വടക്ക് കിഴക്കാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ തൊഴിലിനും വിദ്യാഭ്യാസത്തിനും നല്ലതാണ്. ഈ 4 രീതിയിലാണ് ഈ 4 ദിക്കുകളെ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇദ്ദേഹത്തിന് എങ്ങോട്ട് തലവെച്ച് കിടക്കാം? ഈ 4 ദിക്കിലോട്ടും തലവെച്ച് കിടക്കാം. ഇപ്പോൾ ഒരു ദിക്കിന് തിരിവില്ലാത്തൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് ഒരു ദിക്കിലോട്ട് മാത്രമേ തലവെച്ച് കിടക്കാൻ പറ്റൂ. എങ്ങോട്ടാണ്? സൗത്ത്, നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ഇത് സൗത്ത് വെസ്റ്റ്, ഇത് നോർത്ത് വെസ്റ്റ്, ഇത് നോർത്ത് ഈസ്റ്റ്, ഇത് സൗത്ത് ഈസ്റ്റ്. ഈ റൂമിൽ ഒരു കട്ടിലിടണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇടാം? ഇങ്ങനെ കട്ടിലിടാനാണ് ഇവിടെ പറ്റുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന് എവിടെ തലവെച്ച് കിടക്കാം? വെസ്റ്റിലേക്ക് തലവെച്ച് കിടക്കാം. ചില വീടുകളിൽ ഇവര് ഇത് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് കൺസൾട്ടന്റുമാര് ഇത്തരത്തിലും ബെഡുകൾ ഇടുന്നൊരു രീതിയുണ്ട്. ഇങ്ങനെ ഒരല്പം ടിൽറ്റ് ചെയ്തിടും. അപ്പൊ എന്ത് പറ്റും? സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന 1ാമത്തെ ഡയറക്ഷനിലേക്ക് തലവെച്ച് കിടക്കാനായിട്ട് സാധിക്കും. അപ്പം ഇതും വളരെയധികം പ്രയോജനമായിട്ടുള്ളൊരു മാർഗമാണ്. പക്ഷെ ചെറിയ റൂമുകളൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഏറ്റവും നല്ലത് എന്താണ്? ഇദ്ദേഹത്തിന്റെ ലക്കി ഡയറക്ഷൻ ആയിട്ടുള്ള വെസ്റ്റിലേക്ക് തന്നെ തലവെച്ച് കിടക്കും. ഇതിപ്പോ ഫംഗ്ഷൻ പ്രകാരം ഈ 4 ദിക്കുകളും ഇദ്ദേഹത്തിന് സ്വീകരിക്കാം. അപ്പൊ ആ ദിക്കിലെ വീടാണെങ്കിൽ ഇദ്ദേഹത്തിന് വെസ്റ്റ് മാത്രമേ കിട്ടത്തുള്ളൂ. ഇനി 2 കാര്യങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2026 സംബന്ധിച്ചിടത്തോളം നമുക്ക് സൗത്തിലോട്ട് നോക്കിയിരിക്കാനോ സൗത്തിലോട്ട് തലവെച്ച് കിടക്കാനോ ഇപ്പോൾ നല്ലതല്ല. അവിടെ ഒരു ബാഡ് എനർജി നിൽപ്പുണ്ട്. അപ്പോൾ ആ ദിക്കിലോട്ട് നോക്കിയിരിക്കുകയോ തലവെച്ച് കിടക്കുകയോ ചെയ്യുകയാണെങ്കിൽ ലൈഫിൽ കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഈ വർഷം സൗത്തിനെ ഒന്ന് ഒഴിവാക്കണം. 2, വാസ്തുപ്രകാരം പറയുകയാണെങ്കിൽ നോർത്തിലേക്ക് തലവെച്ച് ഒരു കാരണവശാലും കിടക്കാൻ പാടില്ല. നോർത്തിൽ നിന്ന് വരുന്നൊരു എനർജി നമ്മുടെ ആയുസ് കുറയ്ക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കിടക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം, നോക്കിയിരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം, പ്രധാന വാതിലുകളും റൂമുകളും തിരഞ്ഞെടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷു പ്രകാരം സാധിക്കുന്നതാണ്. ഫെങ്ഷുയുടെ ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം. ഇത് ഗോൾഡ് കോയിനാണ്. ഗോൾഡിന്റെ കളർ മുക്കിയ കോയിൻസ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗോൾഡ് കോയിൻസ് നമ്മുടെ കൈവശം സൂക്ഷിക്കുന്നത് നമ്മളുടെ പൈസയെ നിലനിർത്താനായി നല്ലതായിട്ട് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുവിൽ കണക്കാക്കുന്നു. ഇത് നമുക്ക് പേഴ്സിനകത്ത് വെക്കാം, നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കാം, നമ്മുടെ സ്ഥാപനങ്ങളിൽ വെക്കാം. ഇത് ബ്രാസിന്റെ കോയിൻസ് ആണ്. ഇത് കൈവശം സൂക്ഷിക്കുന്നത് നമ്മളിലേക്ക് പൈസ വരാനായിട്ട് നല്ലതായിട്ട് ഫെങ്ഷുവിൽ കണക്കാക്കുന്നുണ്ട്. ഇത് സിട്രിൻ എന്ന് പറയുന്ന ഒരു സ്റ്റോൺ ആണ്. ഇത് വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്ന സ്റ്റോൺ ആയിട്ടാണ് ഫെങ്ഷുവിൽ കണക്കാക്കുന്നത്. അപ്പോൾ ഇതിന്റെ ബ്രേസ്ലെറ്റുകൾ, ഇതിന്റെ മാലകൾ, ഇതിന്റെ സ്റ്റോൺസ് ഒക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് നമ്മുടെ ക്യാഷ് ബോക്സിലോ നമ്മുടെ കൈവശമോ സൂക്ഷിക്കാം. ഒരു വീടിന്റെ വാസ്തുദോഷങ്ങൾ മാറാനായിട്ട് 4 അനിമൽസിനെ ഹാളിന്റെ 4 ദിക്കുകളിലായിട്ട് വെക്കാം. ഇത് ഗ്രീൻ ഡ്രാഗൺ ആണ്. അപ്പോൾ ഗ്രീൻ ഡ്രാഗണിനെ നമുക്ക് എവിടെ വെക്കാം? ഈസ്റ്റ് വാളിൽ വെക്കാം. അതുപോലെ തന്നെ
ഇത് വൈറ്റ് ടൈഗർ ആണ്. അത് ഈ ട്രാഹന്റെ നേരെ ഓപ്പോസിറ്റ് വെസ്റ്റിൽ വെക്കാം. ഇത് ഫീനിക്സ് ബേർഡ് ആണ്, സൗത്തിൽ വെക്കാം. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നോർത്തിൽ ടോർട്ടോയ്സിന് വെക്കാം. അപ്പോൾ ഇത്തരം ടൂളുകൾ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ. എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.